നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 996th day. Today 4th sloka of Prathama Skandam 13th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 996 ദിവസം. ഇന്ന് പ്രഥമ സ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേച്ചു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. ഗാന്ധാരി ദ്രൗപദി ബ്രഹ്മൻ സുഭദ്രാചോത്തരാ കൃപി അന്യാശ്ച ജാമയ പാണ്ഡോ ജ്ഞാതയസ്സ സുധാസ്ത്രിയ. ഓം തത്സത്. ഗാന്ധാരി ദ്രൗപദി ബ്രഹ്മൻ സുഭദ്രാചോത്തരാ കൃപി അന്യാശ്ച ജാമയ പാണ്ഡോ ജ്ഞാതയ സ സുധാസ്ത്രിയ. ഓം തത്സത്. ഈ ശ്ലോകത്തിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ് കുറേ ആൾക്കാർ ഈ വിദുരരെ സ്വീകരിക്കുവാൻ വേണ്ടി ആഗതരായി എന്ന് ഈ ശ്ലോകത്തിൽ പറയുകയാണ്. ഗാന്ധാരി ദ്രൗപദി പദം പിരിക്കേണ്ടത് ഗാന്ധാരി ദ്രൗപദി ബ്രഹ്മൻ എന്ന് പറയുന്നത് അല്ലയോ ബ്രാഹ്മണ എന്നുള്ള അർത്ഥത്തിൽ. ഗാന്ധാരി ദ്രൗപദി ബ്രാഹ്മണ സുഭദ്ര ഉത്തര കൃപി മറ്റുള്ള എല്ലാ ബന്ധുക്കളും പാണ്ഡുക്കളുടെ എല്ലാ ബന്ധുക്കളും സസുത മക്കളും കുട്ടികളും പെണ്ണുങ്ങളും സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും അവിടെ വന്നു. ഹസ്തിനപുരത്തിൽ ഈ രാജധാനിയിൽ വിദുരരെ സ്വീകരിക്കുവാൻ വേണ്ടി എല്ലാ ബന്ധുക്കളും അവിടെ വന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് ഗാന്ധാരി ദ്രൗപദി ബ്രഹ്മൻ സുഭദ്ര ച ഉത്തര കൃപി അന്യാച്ച ജാമയ പാണ്ഡോ ജ്ഞാതയ സ സുധാ സ്ത്രീയ. സ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി, സുധ മക്കളും സ്ത്രീകളും എല്ലാവരും കൂടിയിട്ട് അവിടെ എത്തിച്ചേർന്നു. ഗാന്ധാരി ദ്രൗപദി അല്ലയോ ബ്രാഹ്മണ സുഭദ്ര ഉത്തര കൃപി മറ്റുള്ള ബന്ധുക്കൾ പാണ്ഡവന്മാരുടെ ജ്ഞാതികൾ അതായത് കുടുംബത്തിൽ വരുന്നവർ, പിന്നെ അവരൊക്കെ സന്താനങ്ങളോട് കൂടിയിട്ടും ഭാര്യമാരും കുട്ടികളെല്ലാവരും പെണ്ണുങ്ങളും ഒക്കെ വന്നു. വളരെയേറെ പേർ യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളുമാണ് ധാരാളമായിട്ട് ബാക്കിയുള്ളത്. അല്പസ്വല്പം ആണുങ്ങളും മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. അവരൊക്കെ ഈ വിദുരരെ കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തിച്ചേർന്നു. വളരെ നാളായിട്ട് യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ നാടുവിട്ട് പോയതായിരുന്നു വിദുരർ. അദ്ദേഹം എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്തിച്ചേർന്നു. തീർത്ഥാടനം കഴിഞ്ഞ് എത്തി എന്നറിഞ്ഞപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കാണാൻ അവിടെ എത്തിച്ചേർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഗാന്ധാരി ദ്രൗപദി ബ്രഹ്മൻ സുഭദ്രാചോത്തരാ കൃപി അന്യാശ്ച ജാമയ പാണ്ഡോ ജ്ഞാതയസ്സ സുധാസ്ത്രിയ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.